നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും സമൃദ്ധമായി വളരുന്ന ഒന്നാണ് പപ്പായ. എന്നാൽ ഇതിന്റെ വിപണി സാധ്യതകളെക്കുറിച്ച് പലർക്കും അറിയില്ല. പപ്പായ കൃഷി ചെയ്യുന്നവർ തന്നെ പറയുന്നത് മുടക്കിയ കാശ് പോലും തിരികെ കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പപ്പായ കൃഷി കുറഞ്ഞു വരുന്നുണ്ട്. രുചിയിലും പോഷകാഹാരത്തിന് സമ്പന്നമായ പപ്പായ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന നിരവധി പ്രധാന പോഷകങ്ങളുടെ കലവറയാണ്. ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിനും പപ്പായ ഏറെ ഗുണം ചെയ്യും. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം ചർമ്മത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ ധാരാളം നേട്ടങ്ങളും ലഭിക്കും. നാരുകൾ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഇതിൽ കാണപ്പെടുന്നു. പപ്പായ സ്ഥിരമായി കഴിച്ചാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാം. പലരും പപ്പായ വീട്ടിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാധാരണയായി വർഷം മുഴുവനും ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് പപ്പായ കൃഷി ചെയ്യുന്നതെങ്കിലും ചട്ടികളിൽ നട്ടുപിടിപ്പിച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിലും വീട്ടിലും വിജയകരമായി വളർത്താം. മികച്ച രീതിയിൽ പപ്പായ വളർത്തണമെങ്കിൽ നല്ല വിത്തുകൾ തിരഞ്ഞെടുത്ത് തുടങ്ങേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിത്തുകൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്വീകരിക്കാവുന്ന ചില എളുപ്പ വഴികൾ പറയാം. പൂർണ്ണമായും പഴുത്ത പപ്പായ തിരഞ്ഞെടുക്കുക. പപ്പായ രണ്ടായി മുറിച്ച് ഓരോ വശത്തു നിന്നും വിത്തെടുത്ത് വെക്കുക. പറ്റിപ്പിടിച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒഴിവാക്കാൻ അവ കഴുകിക്കളയുക. ചുരുങ്ങിയത് 7 ദിവസം നന്നായി ഉണങ്ങാൻ വെക്കുക. നമുക്ക് എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുക എന്ന് നോക്കാം. പപ്പായ നന്നായി വളരുന്നതിന് മുളക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നനഞ്ഞ പേപ്പർ ടവലിൽ വിത്തുകൾ ഇട്ട് അത് മടക്കി സിപ്ലോക്ക് കവറിൽ ഇടണം. പപ്പായ വിത്തുകൾ മുളപ്പിക്കാൻ ചൂട് വേണം. 24-29 ഡിഗ്രി സെൽഷ്യസിൽ തങ്ങി നിൽക്കുന്നതും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാത്തതുമായ ചൂടുള്ള സ്ഥലത്താണ് പ്ലാസ്റ്റിക് കവർ സൂക്ഷിക്കേണ്ടത്. ഓരോ 2 ആഴ്ചയിലും വിത്തുകളിൽ ചെറിയ വേരുകൾ വളർന്നിട്ടുണ്ടോ എന്ന് കാണാൻ പേപ്പർ ടവൽ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നടാൻ തയ്യാറായി കഴിഞ്ഞു. പപ്പായ ചെടികൾ ചട്ടിയിൽ എങ്ങനെ വെക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ വിത്തുകൾ വളർന്നു, അവയെ ചട്ടിയിൽ ഇടാൻ സമയമായി. വലിയ പാത്രം തിരഞ്ഞെടുക്കുക. മണ്ണ് തയ്യാറാക്കിയിട്ട് നന്നായി വറ്റിക്കുന്നതും 6.0-നും 6.5-നും ഇടയിൽ pH നിലവിലുള്ളതുമായ പോട്ടി മിശ്രിതം ഉപയോഗിക്കുക. മണ്ണ് കൂടുതൽ ഫലഭൂഷ്ടിയാക്കാൻ കമ്പോസ്റ്റ് പോലുള്ള ജൈവവസ്തുക്കൾ ചേർക്കുക. വിത്ത് പറിച്ച് നടുക. തയ്യാറാക്കിയ പാത്രത്തിലേക്ക് മുളപ്പിച്ച പപ്പായ വിത്തുകൾ ശ്രദ്ധാപൂർവം നടുക. നമുക്ക് ഒന്നിൽ കൂടുതൽ പപ്പായ ചെടികൾ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവയ്ക്ക് പരസ്പരം കുറഞ്ഞത് 10 അടി അകലം നൽകണം. അതുവഴി അവയുടെ പൂർണ്ണ വലുപ്പത്തിലേക്ക് വളരാൻ കഴിയും. പപ്പായ എങ്ങനെ പരിപാലിക്കുക എന്നുള്ളതും കൂടെ നോക്കാം. സൂര്യപ്രകാശം പപ്പായക്ക് ധാരാളം വേണം. എല്ലാ ദിവസവും കുറഞ്ഞത് 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പും വരുത്തേണ്ടതാണ്. പതിവായിട്ട് നനയ്ക്കുകയും ചെയ്യണം. കൃത്യമായി വളപ്രയോഗം നടത്തുക. ഓരോ 2-4 ആഴ്ച കൂടുമ്പോൾ സമീകൃത വളമോ മറ്റോ ഉപയോഗിക്കുക. നല്ല ആകൃതി നിലനിർത്താൻ പൊടിഞ്ഞതോ ആയ ഇലകളും മറ്റും പതിവായി മുറിക്കുക. കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കുക. ഈച്ചകൾ തുടങ്ങിയവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ ജൈവരാസവസ്തുക്കൾ ഉപയോഗിക്കുക. ചെടി വളരുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ കമ്പോ മറ്റോ താങ്ങ് നൽകുക. എങ്ങനെ നമുക്ക് വിളവെടുപ്പ് എങ്ങനെയെന്നുള്ളത് നോക്കാം. 6-9 മാസത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. തരമനുസരിച്ച് മഞ്ഞയോ ഓറഞ്ചോ നിറമാകുമ്പോൾ നിങ്ങൾ അവ എടുക്കണം. മൃദുവായി വളച്ചൊടിച്ചാൽ തണ്ടിൽ നിന്ന് എളുപ്പത്തിൽ പപ്പായ പറിക്കാം. പപ്പായയുടെ മരങ്ങൾ ഏകദേശം 4 മുതൽ 6 വർഷം വരെ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ചെറിയ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന വലിയ പപ്പായകൾ ആരെയും കണ്ണിന് കുളിർമയേകും. അത്രയും മനോഹരമായിട്ടാണ് തോട്ടത്തിൽ ഇവ വിളഞ്ഞു നിൽക്കുന്നത്. പ്രധാനമായി ഇത്തരം പപ്പായക്ക് വിപണി വിദേശ നാട്ടിൽ ഇതിന് പലപ്പോഴും വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിദേശക്കാർക്കാണ് ഇത്തരത്തിലുള്ള പപ്പായകൾ പ്രധാനമായും കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്നതിന്. അതുകൊണ്ട് കർഷകർക്ക് മികച്ച വിലയും ഈ പപ്പായക്ക് പൊതുവെ കിട്ടാറുണ്ട്. അതുപോലെ മറുനാടൻ ഇനമായ റെഡ് ലേഡി ആണ് കൃഷിക്ക് ഏറ്റവും ഉത്തമെന്ന് പലരും പറയുന്നു. ഈ പപ്പായയുടെ ഉൾഭാഗം ചുവന്ന നിറത്തിലായിരിക്കും. 6 മാസം കൊണ്ട് കായ്ക്കുമെന്നതാണ് വളരെ പ്രത്യേകത വെച്ചൊരു കാര്യം. മാത്രമല്ല, ഒരു മരത്തിൽ ഒരേ സമയം 40-ലധികം പപ്പായകൾ വരെ കായ്ക്കും. ഇതില് പച്ച പപ്പായയും പഴുത്ത പപ്പായയും എല്ലാ കാലത്തും ആവശ്യക്കാരുണ്ട് എന്നത് വിപണി സാധ്യതയെ വർദ്ധിച്ചു വരുന്നു. ഈ ലേഡി പപ്പായ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാന്നൊക്കെ ഉള്ളത് നോക്കാം. 1.5 ഏക്കറിൽ 350 തൈകൾ. തൈകൾക്കിടയിലുള്ള അകലം 2.5 മീറ്റർ. ഓരോ കുഴിയും 1/2 മീറ്റർ ആഴം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നവംബർ-ജനുവരി കാലമാണ് പപ്പായ തൈകൾ നടാൻ പറ്റിയ സമയം. മഴക്കാലമാകുമ്പോൾ തൈകൾ വളർന്നിരിക്കണം. നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. മഴക്കാലത്ത് തൈകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ വേരുകൾ ചീഞ്ഞ് ചെടി നശിച്ചു പോകും. മണ്ണ്, മണൽ, ചാണകപ്പൊടി മിശ്രിതമാണ് ചെടി നടുന്നതിനു മുൻപ് കുഴിയിൽ നിറയ്ക്കേണ്ടത്. വേപ്പിൻ പിണ്ണാക്കും
മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ്. എല്ലാ മാസവും കൃത്യസമയത്ത് ജൈവവളം നൽകണം. 7 മാസം ആകുമ്പോഴേക്കും കായ്ക്കാൻ തുടങ്ങും. കാറ്റിൻ വീഴാതിരിക്കാൻ താങ്ങു നൽകണം. 1.5 കിലോഗ്രാം മുതൽ 2.5 കിലോഗ്രാം വരെ കായുടെ തൂക്കമുണ്ടാകും. കിലോയ്ക്ക് 25 രൂപയിലാണ് കടകൾക്ക് ഇത് വിറ്റുപോകുന്നത്. ഓരോ ചെടിയിലും 30ഓളം കായകൾ ഉണ്ടാവുന്നതാണ്. ഓരോ തവണ വിളവെടുപ്പിലും 500 കായകൾ വരെ വിൽക്കാം. കായ പഴുത്താൽ ഒരാഴ്ചയോളം കേടുവരാതെ നിൽക്കും. ഒരു ചെടിയിൽ നിന്ന് 3 വർഷം വരെ വിളവെടുക്കാം. ചെറുപ്രായത്തിൽ തന്നെ കായ്ക്കുന്നതിനാൽ പറിച്ചെടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഒരു ചെടിയിൽ നിന്ന് വർഷത്തിൽ 2000 രൂപയെങ്കിലും വരുമാനമുണ്ടാകും. പണ്ടൊക്കെ പപ്പായ അങ്ങനെ കൃഷി ചെയ്യാറില്ല. ഇപ്പോൾ പപ്പായ കൃഷി ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പുറം രാജ്യങ്ങളിലും എല്ലാം പോകുന്നത് ഇങ്ങനെയാണ്.